ആപ്കി അദാലത്തിൽ റാണി മുഖർജിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ നിശബ്ദമായി കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. റാണി, താങ്കൾ ഒന്നും തന്നെ സംസാരിക്കാതെ വളരെ നിശബ്ദമായി വലിയ വലിയ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും താങ്കളെ ക്യൂൻ ഓഫ് കോൺട്രവേഴ്സി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ? എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ഇന്നസെന്റ് ആണോ താങ്കൾ? അതെ അതെ, അങ്ങനെയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയ വിധം, അതായത് അവരെന്നെ നല്ല ശീലങ്ങളാണ് പഠിപ്പിച്ചത്. പിന്നെ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കഴിയും, ധൈര്യമായിട്ട് പറയാം ദാറ്റ് ഐ ആം എ ഗുഡ് ഗേൾ. ശരി, ഈ ഗുഡ് ഗേളിനെ കുറിച്ച് മാഗസീനുകളിലും പേപ്പറുകളിലും എന്താ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞോളൂ. അഭിഷേക് ബച്ചൻ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് താങ്കളെ വിളിക്കാത്തതുകൊണ്ട് താങ്കൾ ദേഷ്യപ്പെട്ടു. ഇതൊന്നും ഒരു കാര്യമല്ല. കല്യാണത്തിന് വിളിക്കുന്നതും വിളിക്കാതിരിക്കുന്നതും അതൊക്കെ അവരുടെ ഇഷ്ടമാണെന്നല്ലേ പറയാൻ പറ്റൂ. വിളിക്കാത്തവരോട് ദേഷ്യപ്പെട്ട അതിലെന്താ ന്യായമുള്ളത്? അവർ അഭിഷേകിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഹഡിപ്പയിൽ ഷാഹിദ് കപൂറിന് പകരം അഭിഷേക് ഉണ്ടായിരുന്നിരിക്കും. ഇല്ലില്ലില്ല, ഇത് ഐശ്വര്യ റായി തെറ്റായിട്ടുള്ള ഒബ്ജക്ട് കാര്യമാണ്. ചെയ്തതുകൊണ്ട് ഇല്ലില്ലില്ല, ഇത് മൊത്തം തെറ്റാണ്. അതായത് സാഹിത്ത് ഫിലിമിലെ ഫസ്റ്റ് ചോയ്സ് ആണ്, പിന്നെ അദ്ദേഹമാണ് ഫിലിം ചെയ്തതും. അതുപോലെ ഒരു സംഭവമില്ല. ഇതൊക്കെ തുടക്കത്തിൽ അഭിഷേകിന്റെ കൂടെ താങ്കളുടെ പേര് വന്നതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. എന്റെ പേര് എല്ലാവിടം കൂടെ കേൾക്കാൻ കഴിയും, അതിലൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ ദൈവം ഡിസൈഡ് ചെയ്യുന്ന ആള് വന്നാ മതി എനിക്ക്. ആ പടത്തില് അദ്ദേഹം വരണമെന്ന് ആഗ്രഹിച്ചു, അദ്ദേഹം തന്നെ അഭിനയിച്ചു. അഭിഷേക് നല്ലൊരു കോസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നിറയെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതില് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പെയറിംഗ് വളരെ നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചതിൽ വളരെ നല്ല നല്ല മെമ്മറബിൾ ഫിലിംസും ഉണ്ട്. യുഗം മുതൽ ബണ്ടി ബബ്ലി വരെ, കവി അൽഹിദ നാക്കഹന. ശരിക്കും അഭിഷേകിന്റെ കൂടാണ് ഞാൻ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ചില പേപ്പറുകളിൽ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ യസ്രാജിന്റെ എല്ലാ സിനിമകളിലും റാണി മുഖർജി ആയിരിക്കും ഹീറോയിൻ. അങ്ങനെയൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞാൽ ഷാരൂഖ് സാറാണ് നിറയെ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതിലും എന്റെ പേര് വന്നിട്ടുണ്ട്. എനിക്കത് അതുകൊണ്ടാണ് ജനങ്ങൾ പ്രശ്നമില്ല. ചോദിക്കുന്നത് യസ്രാജിന്റെ രഹസ്യങ്ങൾ റാണി മുഖർജി പറയണമെന്ന്. ഇത്രത്തോളം സീക്രട്ട് എന്താ ഉള്ളത്? രഹസ്യം എന്താണെന്ന് യശ്രാജ് അങ്കിളിന് മാത്രമേ അറിയൂ. അദ്ദേഹമല്ലേ യശ്രാജ്, അദ്ദേഹത്തിന്റെ രഹസ്യം അദ്ദേഹത്തിനല്ലേ അറിയൂ. ഇത് യസ് അങ്കിളിന് മാത്രമേ അറിയത്തുള്ളൂ അതോ ആദിത്യ ചോപ്രയ്ക്കും അറിയാം? അദ്ദേഹത്തിന് ഡെഫിനറ്റ്ലി അറിയാം. ആദിത്യ ചോപ്രയില്ലേ, അദ്ദേഹം യശ് അങ്കിളിന്റെ മൂത്ത മകനാണ്. യശ് അങ്കിളുടെ മകൻ. അദ്ദേഹമാണ് എല്ലാം സ്റ്റുഡിയോ കൺട്രോൾ ചെയ്യുന്നതും. ടോട്ടൽ കൺട്രോളേ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. സോ അദ്ദേഹത്തിനും അറിയാം രാജിനും യശ്രാജിനും ഇടയിലുള്ള രഹസ്യം. ശരി, ഈ രഹസ്യത്തെക്കുറിച്ച് പറയൂ. ചോദിച്ചോളൂ. ഇതൊരു മാഗസീന്റെ കവർ പേജാണ്. ഇത് അതെ. 2007 ഒക്ടോബറിൽ വന്നതാണ്. അതെ, ഇതിലെ കവർ അതെ. പേജിൽ എന്താണെന്ന് വെച്ചാ, കല്യാണം ടു ആദി, റാണി മാരേജ്. ആദിത്യ ചോപ്രയോടൊപ്പം താങ്കളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അതെ, അവരുടെ ഇഷ്ടത്തിനല്ലേ എഴുതുന്നേ. ഞാൻ അതിനെന്തെങ്കിലും പറയണോ? താല്പര്യമുണ്ട്. അങ്ങനെ പറയാണെങ്കിൽ ഞാൻ ഇന്നും പറയാം ഞാൻ സിംഗിൾ ആണെന്ന്. പിന്നെ ഇത് പഴയ കാര്യമാണ്. 2007 അതെ. വന്നതാണ്. അതെ. ഇത് 2011 ജൂലൈയിൽ നവഭാരത് എൻഡിൽ വന്നതാണ്. ഒരു വർഷത്തിന് മുൻപ് റാണി മുഖർജിക്ക് ആദിത്യ ചോപ്രയോടൊപ്പം വിവാഹം നടന്നിരിക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജേർണലിസ്റ്റിനോടും ഒരേ ചോദിക്കാനുള്ളൂ, ഈ കല്യാണം എപ്പോഴാണ്, ഏത് വർഷമാണ് നടന്നതെന്നൊന്ന് പറയാവുന്നു. 2007-ലാണോ 2009-ലാണോ 2008 നടക്കാനിരുന്ന പക്ഷെ നടന്നില്ല. ഇല്ല 2002-ലാണോ നടക്കാൻ പോകുന്നത്? പിന്നെ 2011-ലും നടന്നു. ആദ്യം അവരൊന്ന് ഡിസൈഡ് അല്ല, ചെയ്യട്ടെ. ഇതേ പേപ്പറിൽ പിന്നെ ഞാൻ വന്നിട്ടുണ്ട്. decide 4 ചെയ്യാം. മാസങ്ങൾക്ക് മുൻപ് അതെ. നവംബർ 2011-ൽ അതെ. റാണിക്കും ആദിത്യയ്ക്കും വിവാഹം നടത്താൻ താല്പര്യമില്ല. എന്റെ ദൈവമേ, ഞാനിതിന് മറുപടി പറയണോ? എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അവരെ കൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അവര് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇക്കാര്യത്തിൽ ഞാൻ ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെ ഒരു ഭാഗ്യശാലിയായിട്ട് കാണുന്നു. ജനങ്ങൾ എന്റെ കല്യാണം കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. പിന്നെ പെൺകുട്ടികളുടെ കല്യാണ സമയത്തുള്ള ടെൻഷൻ എല്ലാവർക്കും കാണുമല്ലോ. പിന്നെ ഞാൻ എന്നെ ഒരു ഇന്ത്യൻ സ്ത്രീയായിട്ട് കാണുന്നു. എല്ലാരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അല്ല എപ്പോഴാണ് നിന്റെ കല്യാണം? കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ചില സമയത്ത് എനിക്ക്, അതായത് കല്യാണം എന്നത് ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ. ഒരാൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമില്ലയോ അതയാളുടെ പേഴ്സണൽ കാര്യമാണ്, പേഴ്സണൽ ഡിസിഷൻ. പിന്നെ ഞാൻ എപ്പോഴും പറയും, ജനനം മരണം കല്യാണം അത് ദൈവം എഴുതി വെച്ചതാണ്. എപ്പം നടക്കണമോ അന്നേരം നടക്കും. സോ റാണി, താങ്കളുടെ ഈ സെന്റിമെന്റ്, അതുപോലെ താങ്കൾ എപ്പോഴും താങ്കളുടെ ലൈഫ് ഡിഗ്നിഫൈഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സെന്റിമെന്റിനെ ബഹുമാനിക്കുന്ന ആളാണ്. താങ്ക് യു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോകുന്നില്ല. താങ്ക് യു. പക്ഷേ ഇവിടെ പബ്ലിക് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ചോദിക്കാം. ചോദിക്കട്ടെ.
ആ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? അവിടെ കൈ ഉയർത്തിയിരിക്കുന്ന അവര് ചോദിക്കും. ബെല്ലി ഡാൻസ് കളിക്കുന്നത് വളരെ കഷ്ടമല്ലേ മാം? കഷ്ടമാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? വളരെ അതിനെക്കുറിച്ച് നല്ല പറയാൻ ചോദ്യം. പറ്റുമോ? ബെല്ലി ഡാൻസ് പഠിക്കുന്നത് വളരെ പ്രയാസമാണ്. പ്രയാസപ്പെട്ടാണ് പഠിച്ചത്. എനിക്ക് ഷക്കീരയുടെ വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാ, എങ്ങനെയാണ് ഇവര് ബെല്ലി ഷേക്ക് ചെയ്യുന്നതെന്നാണ്. എന്താണ് ഇതിന്റെ ടെക്നിക് എന്ന്. ഞാനൊരു ക്ലാസിക് ഡാൻസറാണ്, ഇപ്പൊ ഒഡീസിയം പഠിക്കുന്നു. പക്ഷെ ബെല്ലി ഡാൻസ് അതെങ്ങനെയുള്ള ഡാൻസ് ആണെന്ന് വെച്ചാ, സ്റ്റൊമക്ക് മാത്രമേ ഷേക്കാവൂ, ബോഡി ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, ബെല്ലി മാത്രമേ മൂവ് ആവുകയുള്ളൂ, വയറ്റിലുള്ള മസിൽ മാത്രമേ മൂവ് ആവുകയുള്ളൂ. സോ ഇതിൽ കോൺസെൻട്രേഷൻ വളരെ അത്യാവശ്യമാണ്. വളരെ എന്ന് വെച്ചാൽ നമ്മള് കോർ മസിൽ വെച്ചാണ് ഡാൻസ് കളിക്കേണ്ടത്. അതായത് നോക്കുകയാണെങ്കിൽ ഷേക്ക് ചെയ്തേ മതിയാവൂ. സോ മെഹർ എന്ന് പറയുന്ന ഒരാള് ഡൽഹിയിലുള്ളതാ. അവിടെ ഒരു സ്കൂളും ഉണ്ട്. അവിടെ ബെല്ലി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് വൈഭവിയാണ് അവരെ ഹയർ ചെയ്യുന്നത്. അവര് ഡൽഹിയിൽ നിന്ന് ബോംബെ വന്നാണ് എന്നെ ബെല്ലി ഡാൻസ് പഠിപ്പിക്കുന്നത്. അവരുടെ ടെക്നിക്ക് പറഞ്ഞു തന്നു. എനിക്ക് 2-3 മാസമായി ഈ ടെക്നിക്കൊക്കെ പഠിക്കാൻ വേണ്ടി. ഇന്നെനിക്ക് അഹങ്കാരത്തോടെ പറയാൻ കഴിയും, അവരെനിക്ക് ബെല്ലി ഡാൻസിന്റെ ബുക്ക് തന്നെ തന്നെന്ന്. ഹലോ മാഡം, എന്റെ പേര് പല്ലവി മുഖർജി. ഹേയ് മുഖർജി, കൊള്ളാലോ. ചേട്ടാ ചേട്ടാ, അനിയത്തി അനിയത്തി. മാം, നിങ്ങൾ ഒരു പക്ഷെ ആക്ടർ ആയിരുന്നില്ലെങ്കിൽ വേറെ എന്താകുമായിരുന്നു മാം? കുട്ടിയുടെ ആക്സന്റ് വളരെ സ്വീറ്റ് ആണ്. താങ്ക് യു മാം. ഒരു പക്ഷേ ഞാൻ ആക്ടർ ആയില്ലെങ്കിൽ ഇപ്പോ 2 കുട്ടികളുടെ അമ്മയായിട്ട് ആ ഓഡിയൻസിൽ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നേനെ.